എൻ്റെ കയ്യിലൊരു സേഫ്റ്റി പിൻ ഉണ്ടേ. ഈ സേഫ്റ്റി പിൻ കണ്ടുപിടിച്ച എന്താണെന്നറിയാവോ? 1850 കാലഘട്ടത്തിലാണ് ഈ സേഫ്റ്റി പിൻ കണ്ടുപിടിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സേഫ്റ്റി പിൻ്റെ രൂപത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ സ്ത്രീകൾക്ക് സാരിയിലും ദുപ്പട്ടയിലും ഒക്കെ പിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമാണ്. അതിനായിട്ടാണ് ഈ സേഫ്റ്റി പിൻ കണ്ടുപിടിച്ചത്. ഇത് നമ്മുടെ തെറ്റായ ധാരണയാണ്. ഒരു അമേരിക്കൻ ഇൻവെൻറ്റർ ഉണ്ടായിരുന്നേ, വാൾട്ടർ ഹണ്ട്. അദ്ദേഹത്തിന് $15 പണം അടയ്ക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. അദ്ദേഹം ഒരുപാട് പ്രോഡക്ട്സ് കണ്ടുപിടിക്കുകയും അതിൻ്റെ എല്ലാം പേറ്റൻറ്റും വാങ്ങി കൈവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നുകയാണ് എന്തെങ്കിലും ഒരു സാധനം പുതുതായിട്ട് കണ്ടുപിടിക്കണം, എങ്കിലേ അദ്ദേഹത്തിന് ഈ പണം തിരിച്ചടയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം കുറേ കമ്പികൾ എടുക്കുകയാണ്. കമ്പികളെടുത്ത് ഇങ്ങനെ വളച്ചും പിരിച്ചും ഒക്കെ നോക്കുന്നുണ്ട്. പല ഷേപ്പുകളിലൊക്കെ ആക്കി നോക്കി. അങ്ങനെയാണ് അദ്ദേഹം ആദ്യത്തെ മോഡേൺ സേഫ്റ്റി പിൻ കണ്ടുപിടിക്കുന്നത്. അതിനൊരു സ്പ്രിംഗ് മെക്കാനിസമാണ് അദ്ദേഹം യൂസ് ചെയ്തത്. അതുമല്ല, അതിൻ്റെ ഷാർപ്പ് പോയിന്റ്സ് എല്ലാം കവറാകുന്ന രീതിയിലായിരുന്നു അതിനെ രൂപകൽപ്പന ചെയ്തെടുത്തത്. യൂസ് ചെയ്യുന്നതിനും വളരെ എളുപ്പം, മാത്രമല്ല വിരലിലൊന്നും കൊള്ളാത്ത രീതിയിലാണ് അതിനെ നിർമ്മിച്ചെടുത്തത്. അങ്ങനെ 1850 കാലഘട്ടത്തിലാണ് ഈ സേഫ്റ്റി പിൻ്റെ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. ഈ 1850 മുതൽ 2025 വന്ന് നിൽക്കുമ്പോഴും ഈ സേഫ്റ്റി പിൻ്റെ രൂപത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ വർഷം തന്നെ അദ്ദേഹം അതിൻ്റെ പേറ്റൻറ്റും വാങ്ങിയെടുത്തു. കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട് $400 അദ്ദേഹം ഈ പേറ്റൻറ്റ് ഗ്രേസ് കമ്പനിക്ക് വിൽക്കുന്നത്. അന്ന് അതിന് അത്ര വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സേഫ്റ്റി പിന്നുകളിൽ ഇങ്ങനെ ഒരു ഹോളിൻ്റെ ആവശ്യം എന്താണ്? ഇതാരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഇതിൻ്റെ ഡിസൈനർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ? തീർച്ചയായിട്ടും അല്ല. ഈ ഹോളില്ലാതെ പിന്നിങ്ങനെ വളച്ചു വെക്കുകയാണെങ്കിൽ വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കും. അതായത് ഇങ്ങനെ നിൽക്കത്തില്ലത്. ഇതിൽ സ്പ്രിംഗ് മെക്കാനിസമാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കോയിൽഡ് വയർ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ സേഫ്റ്റി പിൻ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കോയിൽഡ് വയർ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഇതൊരു ഹോളായിട്ട് മാറുന്നു. അങ്ങനെ സേഫ്റ്റി പിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ സേഫ്റ്റി പിന്നെ എന്തുകൊണ്ടാണ് ഈ സേഫ്റ്റി പിൻ എന്ന് വിളിക്കുന്നത്? അതെ, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് സാരിയിലും ഷോളിലൊക്കെ കുത്തുന്നതുകൊണ്ട് മാത്രമാണോ? അത് മാത്രമല്ല, ഇതിൻ്റെ അറ്റം ഷാർപ്പായതുകൊണ്ട് തന്നെ കയ്യിൽ കുത്തി ഉണ്ടാകുന്ന അപകടങ്ങളും കൂടുതലായിരിക്കും. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഷാർപ്പ് അറ്റം ഉള്ളിലാകുന്ന രീതിയിൽ നമ്മളിങ്ങനെ അകത്തേക്ക് കുത്തി വെക്കുമ്പം ഈ ഷാർപ്പ് അറ്റം ഉള്ളിലാകുന്ന രീതിയിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സേഫ്റ്റി പിൻ എന്ന വേർഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതോ അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്നാലും അറിയാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഒപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാണുമ്പോൾ ഇത്ര ഉള്ളൊരു ചെറിയ സാധനം. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നോ? അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നോ അല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.